2 ദിവസത്തെ അമ്പല ദർശനം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി നേരെ ആതിരപ്പള്ളിയിലേക്ക് വിട്ടു. ആതിരപ്പള്ളിയെപ്പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇതാദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും കാടിൻ്റെ ഭംഗിയും ആ ശബ്ദവും എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നു. ഇവിടെ മനുഷ്യരെക്കാൾ കൂടുതൽ കണ്ടത് ശരിക്കും കുരങ്ങന്മാരെയാണ്. കയറ്റവും ഇറക്കവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവസാനം ആതിരപ്പള്ളിയുടെ മുകൾ ഭാഗത്തെത്തി. നന്നായി മഴ വന്നു കിടക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അവിടെ മുഴുവൻ കാണാൻ. ഇത് ഒരാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ആതിരപ്പള്ളിയിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ തിരിച്ചു പോകാൻ സമ്മതിക്കാത്ത എന്തോ ഒരു അദൃശ്യ ശക്തി അവിടെ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. കുറേ സമയം നിന്നാലും വീണ്ടും വീണ്ടും നിൽക്കാനുള്ള ഒരു ടെൻഡൻസി. കുറേ സമയം അവിടെ നിന്നു. പിന്നെ പതുക്കെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോഴാണ് കല്ലിനൊരാഗ്രഹം വെള്ളത്തിൽ കുളിക്കണം. ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് സൈഡിലോട്ടൊരു ചേട്ടൻ നിന്ന് കുളിക്കുന്നുണ്ട്. ആ ഒരു ധൈര്യത്തിൽ കല്ലിനെയും കൂടെ പതുക്കെ വെള്ളത്തിലേക്ക് ഇറക്കി. കുഞ്ഞുങ്ങൾ ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അങ്ങനെ അച്ഛനും മോളും കൂടി കുറേ സമയം വെള്ളത്തിൽ ചിലവഴിച്ചു. ഞാൻ അതൊക്കെ കണ്ട് ആസ്വദിച്ച് കരയിലിങ്ങനെ നിന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നത് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് താഴെ ഭാഗത്താണ് ഈ വെള്ളം ചെന്ന് പതിക്കുന്ന സ്ഥലം. അവിടെയായിരുന്നു കാണാനുള്ളത്. ഞങ്ങൾ രണ്ടാമത് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു അങ്ങോട്ട് പോകണോ. കാരണം നേരെ ആതിരപ്പള്ളി ടു ട്രിവാൻഡ്രം ഒറ്റ ഡ്രൈവാണ്. അപ്പോൾ കാലൊക്കെ വേദനിക്കില്ലേ, ഇത്രയും പോയിട്ട് വരണമല്ലോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. പക്ഷേ പിന്നെ ഇനി ചിലപ്പോൾ വന്നില്ലെങ്കിലോ എന്നുള്ളൊരു ഐഡിയയിലാണ്. ഇത് മിസ്സാക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീടൊരു കാലത്ത് അയ്യോ ഇത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു ചിന്ത വരരുത്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷെ ശരിക്കും പറയാമല്ലോ, പോയില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു. ഇവിടെ നിൽക്കുന്നവരൊക്കെ ജയ് മഹിഷ്മതി എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ബാഹുബലി കാണുന്ന അതേ സീൻ. ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ സൗന്ദര്യം. ഞാൻ ആദ്യം കരുതിയത് മഴ പെയ്യുന്നതാണെന്ന്. അപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത് മഴയല്ല, ഈ വെള്ളം വന്ന് പതിക്കുന്ന ഫോഴ്സിൽ ആ വെള്ളം തെറിക്കുന്ന ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ശരിക്കും നനഞ്ഞ് കുളിച്ചു. കുറേ സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് കയറാനായിട്ട് ആരംഭിച്ചു. വന്ന പോലെ ഈസി ആയിരുന്നില്ല തിരിച്ചുള്ള പോക്ക്. കാലൊക്കെ ശരിക്കും കഴുകുന്നുണ്ടായിരുന്നു. പിന്നെ വന്ന ദൂരം നോക്കുമ്പോൾ കുറച്ച് ദൂരം ഇനി ഫ്രണ്ടിലോട്ടുള്ളൂ എന്ന വിശ്വാസത്തിൽ അങ്ങ് നടക്കുകയാണ്. ഫ്രണ്ടിലോട്ട് നടക്കുന്തോറും കല്ലിന് തീരെ നടക്കാൻ വയ്യാതെ. പിന്നെ അവളുടെ അച്ഛനുണ്ടല്ലോ എടുക്കാൻ. നമ്മളുടെ അച്ഛനും അമ്മയും ഉള്ളതാണ് നമ്മുടെ ഏറ്റവും മനോഹരമായ കാര്യം അല്ലേ. എൻ്റെ അച്ഛനെ എനിക്ക് ശരിക്കും മിസ് ചെയ്തു. അങ്ങനെ ഭംഗികളൊക്കെ ആസ്വദിച്ച് വീണ്ടും പിന്നെ എന്തെങ്കിലും വരാമെന്നുള്ള ആശ്വാസത്തിൽ നടന്ന് തിരിച്ചു പോവുകയാണ് കുരങ്ങന്മാരെയൊക്കെ കണ്ട്. അങ്ങനെ അത്രയുമായിരുന്നു ഞങ്ങളുടെ ആതിരപ്പള്ളി യാത്ര. വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.